എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ എല്ലാ ഭാഗത്തേക്കും പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ പങ്കെടുക്കാം. എന്നാൽ ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടുതൽ ഏറ്റെടുക്കുക എന്ന രീതി വെച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാനുള്ള കാരണവും പറഞ്ഞിട്ടുള്ളത്. അതാരാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ടീച്ചറെക്കാളും ഈ കാര്യം സ്ഥാപിക്കാൻ വേറെ ആരാണ് പറയേണ്ടതിന്? ടീച്ചർ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തല്ലോ. ഞാൻ ടീച്ചറുടെ അടുത്തല്ലേ ഇരുന്നത്. അത് ടീച്ചർ പറഞ്ഞല്ലോ. നിങ്ങളോട് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് ചില ലീവൊക്കെ എടുക്കാറുണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് അത്യാവശ്യം വരുമ്പോൾ. ടീച്ചർ തന്നെ പറഞ്ഞല്ലോ. ഇല്ലെന്നല്ലേ ടീച്ചറും പാർട്ടിയും എല്ലാം പറഞ്ഞത്. ഇത് എവിടെ നിന്നാണ് ഈ സംശയത്തിൻ്റെ മുന പൊട്ടുന്നത്? എവിടെ നിന്നാണ്? അങ്ങനെ ഇല്ലെന്നാണ് ടീച്ചറും പാർട്ടി നേതാക്കളും എല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം തീരാത്തത്? പങ്കെടുത്തുകൂടാന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നല്ലേ ടീച്ചറും പറഞ്ഞത്, ഗോവിന്ദ മാഷും പറഞ്ഞത്, MA ബേബിയും പറഞ്ഞത്, ജനറൽ സെക്രട്ടറി. പിന്നെന്താ? അതല്ലേ ഞാൻ പറഞ്ഞ പങ്കെടുത്തിരുന്നു, എൻ്റെ അടുത്താണ് ഇരുന്നിരുന്നത് എന്ന്. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ അധികം കാലമായോ? ഏതിനു ശേഷം? കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലെ ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സെക്രട്ടറിയേറ്റ് ചേരണ്ടേ പങ്കെടുക്കണമെങ്കിൽ? ഇത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയുള്ള വാർത്ത എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത്. അതുകൊണ്ട് ഇമാതിരി ചെറിയ വിഷയങ്ങളിൽ പങ്കെടുക്കുന്നതിന് പിണറായി വിജയൻ വിലക്കി എന്നുള്ള വാർത്ത സംബന്ധിച്ച് ഇന്നലെ തന്നെ PK ശ്രീമതി ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്നാണ് പറഞ്ഞത്. KK ശൈലജ ഇന്ന് അതിനൊരു വിശദീകരണം കൂടി ഇന്ന് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ PK ശ്രീമതി. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് ഒരു വിലക്കുമില്ല എന്ന കാര്യം ഇന്നലെ PK ശ്രീമതിയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും സമ്മതിച്ചതാണ്. ആ കാര്യങ്ങൾ വിശദീകരിച്ചാണ്. പിന്നെ അല്ലാതെ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല എന്നാണ് ഇപ്പോൾ KK ശൈലജ പറഞ്ഞത്. മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായാണ് ഇപ്പോൾ PK ശ്രീമതി പ്രവർത്തിക്കുന്നത്. അത് കുറെ കൂടി കേന്ദ്ര തലത്തിൽ ശ്രദ്ധ വേണ്ട പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്നും ഇപ്പോൾ KK ശൈലജ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്.